നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഒരു റീബസ് പസിലാണ്. അതായത് ഞാൻ ഇവിടെ കുറച്ച് ഡയഗ്രംസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ ഡയഗ്രവും ഓരോ ഇംഗ്ലീഷ് വാക്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ ഇംഗ്ലീഷ് വേർഡും ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 2 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. മൂന്നാമത്തത് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ പിക്ചർ നോക്കുക. ഒരാളുടെ ഹെഡ് കാണിച്ചിട്ടുണ്ട്, പിന്നെ 2 പ്രാവശ്യം 25% എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ പിക്ചറിന് ഞാൻ ഹെഡ് എന്ന് എഴുതുവാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, 25%, 25%. ഈ 25%നെ നമുക്ക് 25/100 എന്ന് എഴുതാമല്ലോ. ഈ 25/100നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് 1/4 എന്ന് എഴുതാം. അപ്പൊ ഈ 1/4നെ നമ്മൾ ക്വാർട്ടർ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ 2 ക്വാർട്ടർ ഉണ്ട്. 2 ക്വാർട്ടറിനെ ക്വാർട്ടേഴ്സ് എന്ന് ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് അതൊരു ഇംഗ്ലീഷ് വാക്കാണല്ലോ. അപ്പൊ ആദ്യത്തെ ആൻസർ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇനി രണ്ടാമത്തത് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, സ്മോൾ ലെറ്റർ എക്സ് ക്യാപിറ്റൽ എക്സ് ആയിട്ട് മാറി. ഇവിടെ രണ്ടാമത് കൊടുത്തേക്കുന്ന എക്സും അതിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് വേറൊരു എക്സ് ആയിട്ട് മാറി. മൂന്നാമതും എക്സിന് ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ എല്ലാ എക്സുകൾക്കും ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ വാക്കിനെ എങ്ങനെ പറയാം? എക്സ് ചേഞ്ചസ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എക്സ് ചേഞ്ചസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പിക്ചറിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.